Hi Carrots and welcome back to my channel. Carrots 2026 ആൺകുട്ടികൾക്ക് മാത്രമായിട്ടുള്ള മെഡിക്കൽ അസിസ്റ്റന്റ് നോട്ടിഫിക്കേഷൻ വന്നിരിക്കുകയാണ്. ഇന്ത്യൻ നേവിയിലാണ് ഈ ഒരു നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത്. നേവി മെഡിക്കൽ അസിസ്റ്റന്റ് നോട്ടിഫിക്കേഷൻ ആണ് വന്നിരിക്കുന്നത്. കുട്ടികളെ നിങ്ങളും +2 ബയോളജി എടുത്തൊരു കേഡറ്റ് ആണെങ്കിൽ ധൈര്യമായിട്ട് നിങ്ങൾക്ക് നേവി മെഡിക്കൽ അസിസ്റ്റന്റ് എന്ന ട്രേഡിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഈ ഒരു വീഡിയോയിൽ എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നതായിരിക്കും. ഏജ് ലിമിറ്റ് എന്താണ്, എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ, എക്സാം എപ്പോഴാണ് സ്റ്റാർട്ട് ആകാൻ പോകുന്നത്, സെലക്ഷൻ പ്രോസസ്, ഈ എല്ലാ കാര്യങ്ങളും അറിയാൻ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു വീഡിയോ ഫുൾ കാണുക. പരമാവധി ഷെയർ ചെയ്യുക നമ്മുടെ കേരളത്തിലെ എല്ലാ ഡിഫൻസ് ഗ്രൂപ്പിലേക്കും. പിന്നെ ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യം പറയാനുള്ളത്, നേവി മെഡിക്കൽ അസിസ്റ്റന്റ് എന്ന് പറയുന്നത് അഗ്നിവീർ അല്ല, ഇതൊരു പെർമനന്റ് കാറ്റഗറിയിൽ പെടുന്ന ഒരു ജോബാണ്. 4 ഇയർ സർവീസ് അല്ല നിങ്ങൾക്ക് ഇവിടെ വരാൻ പോകുന്നത്. സ്റ്റാർട്ടിങ്ങിൽ തന്നെ നിങ്ങൾ പെർമനന്റ് ആയിട്ടാണ് നിങ്ങൾ നേവി മെഡിക്കൽ അസിസ്റ്റന്റ് എന്നൊരു ട്രേഡിലേക്ക് ജോയിൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ വീഡിയോ ഫുൾ കാണുക. ഡീറ്റെയിൽഡ് കാര്യങ്ങൾ അറിയാൻ സ്കിപ്പ് ചെയ്യാതെ വേണം നിങ്ങൾ ഈ ഒരു വീഡിയോ ഫുൾ കാണേണ്ടത്. നേവി മെഡിക്കൽ അസിസ്റ്റന്റിന്റെ ഓൺലൈൻ ക്ലാസ്സുകൾ ആൻഡ് ഡിഫൻസ് അക്കാഡമിയിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ഇതിന്റെ ഡീറ്റെയിൽഡ് കാര്യങ്ങൾ ഈ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നതായിരിക്കും. അതായത് ക്ലാസിന്റെ അപ്ഡേറ്റഡ് കാര്യങ്ങൾ ഞാൻ പറയുന്നതായിരിക്കും വീഡിയോയിൽ തന്നെ. ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഉടനെ തന്നെ ജോയിൻ ചെയ്യാവുന്നതാണ്. 2026 നിങ്ങൾക്കും ഇന്ത്യൻ നേവിയിൽ ജോയിൻ ചെയ്യാൻ പറ്റുന്നതായിരിക്കും ഒരു പെർമനന്റ് ട്രേഡിലേക്ക്. പ്രോപ്പർ എക്സാം ഓറിയന്റഡ് ആയിട്ടുള്ള ക്ലാസ്സുകളായിരിക്കും നിങ്ങൾക്ക് ഇവിടെ നിന്ന് ലഭിക്കാൻ പോകുന്നത്. പ്രോപ്പർ സിലബസ് അനുസരിച്ചായിരിക്കും ലഭിക്കുന്നത്. അതായത് നേവി SSR, നേവി MR, മെഡിക്കൽ അസിസ്റ്റന്റ് എന്നിവയുടെ എല്ലാം സിലബസിനകത്ത് ഡിഫറൻസ് ഉണ്ട്. ആ ഡിഫറൻസ് അനുസരിച്ച് വേണം നിങ്ങൾ പഠിച്ച് മുന്നോട്ട് പോകേണ്ടത്. അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ചാനൽ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് റൈറ്റ് സൈഡ് ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുക. നിങ്ങൾക്ക് ഒരു ഡിഫൻസ് ജോബ് കിട്ടുന്നുണ്ട് വരെ. സോ സിറ്റ് ബാക്ക്, റിലാക്സ്, എൻജോയ് ദ വീഡിയോ. കേരളത്തിൽ അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. സ്റ്റാർട്ടിങ്ങിൽ തന്നെ എനിക്ക് പറയാനുള്ളത്, നിങ്ങളുടെ നോട്ടിഫിക്കേഷൻ ആൾറെഡി 3 ദിവസം മുന്നേ വന്നതാണ്. ഫോം ഫില്ലിംഗ് സ്റ്റാർട്ട് ആകുന്ന നാളെ മുതലാണ്. എന്നാലും നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുക. നിങ്ങൾ ചെക്ക് ചെയ്യുക നിങ്ങളുടെ ഏജ് ലിമിറ്റ്, അതേപോലെ തന്നെ മറ്റ് പല കാര്യങ്ങളും കറക്റ്റായിട്ട് മാച്ച് ആവുന്നുണ്ടോ എന്ന്. അതായത് ഹൈറ്റ് എന്നിവ പോലുള്ള കാര്യങ്ങൾ, പിന്നെ ഫിസിക്കൽ സ്റ്റാൻഡേർഡ്, ഇതെല്ലാം നിങ്ങൾ അറിഞ്ഞിരിക്കണം കേട്ടോ കുട്ടികളെ. ഫോം ഫില്ലിങ്ങിൻ്റെ വീഡിയോ നാളെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. നമ്മൾ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾ ഫോം ഫില്ല് ചെയ്യുക. മിസ്റ്റേക്ക് ഒന്നും കാണിക്കരുത്. ഫോം റിജക്റ്റ് ആവുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ പഠിച്ചിട്ട് ഒരു കാര്യവുമില്ല, പിന്നെ വേസ്റ്റ് ആവുന്നതായിരിക്കും. അപ്പോൾ ഏതൊരു ഡിഫൻസ് ജോബിൻ്റെ കാര്യം പറയുകയാണെങ്കിലും ബേസ് എന്ന് പറയുന്ന ഫോം ഫില്ലിംഗ് ആണ്. അത് കറക്റ്റായിട്ട് നിങ്ങൾ ചെയ്തിരിക്കണം. ഇന്നത്തെ വീഡിയോയിൽ കൂടി നിങ്ങൾ അറിയാൻ പോകുന്ന ഏജ് ലിമിറ്റ്, ക്വാളിഫിക്കേഷൻ, സെലക്ഷൻ പ്രോസസ്, PST, PT എല്ലാ കാര്യങ്ങളും പറയുന്നതായിരിക്കും. നേവി മെഡിക്കൽ അസിസ്റ്റന്റ് എന്നൊരു ട്രേഡിലേക്കുള്ള എല്ലാ അപ്ഡേറ്റ്സും. ക്ലിയർ? നോക്കൂ കുട്ടികളെ, നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. നിങ്ങളിവിടെ കാണുന്ന നോട്ടിഫിക്കേഷൻ അപ്ഡേറ്റ് ആണ്. ഇതിൽ പറയുന്ന ഓരോ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ടായിരിക്കും ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് ഇമ്പോർട്ടൻറ്റ് അപ്ഡേറ്റ് ആണ്, ഓൺലൈൻ ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ആകും നാളെ മുതലാണ്. നാളെ ആപ്ലിക്കേഷൻ ഫോം സ്റ്റാർട്ട് ആകും. ലാസ്റ്റ് ഡേറ്റ് കുട്ടികളെ 6th ഏപ്രിലാണ്. ഈ ഒരു ഡേറ്റിന് മുന്നേ തന്നെ എല്ലാ കുട്ടികളും ഫോം ഫില്ല് ചെയ്തിരിക്കണം. നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് അപ്ഡേറ്റ്, അതിന് മുന്നേ കുട്ടികൾ നോക്കൂ, 2025 ആന ഡിഫൻസ് അക്കാഡമിയിൽ നിന്നും ഇന്ത്യൻ നേവിയിലേക്ക് സെലക്ഷൻ കിട്ടിയ കുട്ടികളുടെ അപ്ഡേറ്റ് ആണ് നിങ്ങളിവിടെ കാണുന്നത്. ഇനിയും ഒരു ഇൻടേക്ക് ബാലൻസ് ആണ്. 2025 നോട്ടിഫിക്കേഷൻ വന്ന് 3 ഇൻടേക്കിൻ്റെ ആയിരുന്നു. 2 ഇൻടേക്കിലേക്ക് സെലക്ഷൻ കിട്ടിയ കുട്ടികളുടെ അപ്ഡേറ്റ് ആണിത്. അപ്പോൾ ഇനിയും ഒരു ഇൻടേക്ക് ബാലൻസ് ഉണ്ട്. അതിലും നമ്മുടെ കുട്ടികൾക്ക് സെലക്ഷൻ കിട്ടുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളും നിങ്ങളുടെ ആദ്യത്തെ ചാൻസിൽ തന്നെ ഇതേ രീതിയിൽ ഫൈനൽ മെറിറ്റ് ലിസ്റ്റിൽ വരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ചാൻസ് മിസ് ചെയ്യരുത്, ജോയിൻ ചെയ്യാനും മടിക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് ഓരോ കാര്യങ്ങളും നോക്കാം. നോക്കൂ കുട്ടികളെ, ഫസ്റ്റ് ആണ് എലിജിബിലിറ്റി കണ്ടീഷൻ. ഫസ്റ്റ് ഓഫ് ഓൾ, അൺമാരിഡ് മെയിൽ. നേവി SSR ആൻഡ് MRൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അവിടെ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും അപ്ലൈ ചെയ്യാം. പക്ഷേ മെഡിക്കൽ അസിസ്റ്റന്റ് എന്നൊരു ട്രേഡിലേക്ക് ഓൺലി ആൺകുട്ടികൾക്ക് മാത്രമേ പറ്റത്തുള്ളൂ, അതും അൺമാരിഡ് ആയിരിക്കണം. ഫസ്റ്റ് പോയിന്റ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. നെക്സ്റ്റ് ആണ് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ. നിങ്ങൾ +2 പാസ്സായിരിക്കണം. +2 നിങ്ങളുടെ സബ്ജക്റ്റ് ആയിട്ട് PCB ഉണ്ടായിരിക്കണം. അതായത് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി ഉണ്ടായിരിക്കണം. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓവറോൾ നിങ്ങൾക്ക് 50% മാർക്ക് ഉണ്ടായിരിക്കണം. ഓവറോൾ എന്ന് പറഞ്ഞാൽ എല്ലാ സബ്ജക്റ്റും കൂടി കൂട്ടുമ്പോൾ 50% ഉണ്ടായിരിക്കണം. പിന്നെ ഓരോ സബ്ജക്റ്റിനും 40% ഉണ്ടായിരിക്കണം. എങ്കിൽ ധൈര്യമായിട്ട് നിങ്ങൾക്ക് നേവി മെഡിക്കൽ അസിസ്റ്റന്റ് എന്നൊരു ട്രേഡിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ് ആണ് ഏജ് ക്രൈറ്റീരിയ. നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് 1 May 2005 31 October 2009 ഇടയിൽ വരികയാണെങ്കിൽ ധൈര്യമായിട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇനി ഒരു കാര്യം നിങ്ങൾ അറിഞ്ഞിരിക്കണം കുട്ടികളെ, ഈ വർഷം 1 year ഏജ് റിലാക്സേഷൻ ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഒത്തിരി കുട്ടികളുടെ ലാസ്റ്റ് ചാൻസ് ആണിത്. ചാൻസ് മിസ് ചെയ്യരുത്. വേക്കൻസി നല്ലപോലെ വന്നിട്ടുണ്ട് ഈ തവണ. അപ്പോൾ എല്ലാ കുട്ടികളും ഡേറ്റ് ഓഫ് ബർത്ത് ചെക്ക് ചെയ്യുക. ഈ ഡേറ്റ് ഓഫ് ബർത്തിനിടയിലാണെങ്കിൽ നാളെ തന്നെ പോയി എല്ലാ കുട്ടികളും ഫോം ഫില്ല് ചെയ്യുക. നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് അപ്ഡേറ്റ് ആണ് സെലക്ഷൻ പ്രോസസ്സ്. ഇവിടെ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നതായിരിക്കും. നോക്കൂ കുട്ടികളെ, ഫോം ഫില്ലിംഗ് സ്റ്റാർട്ട് ആവുന്നത് നാളെയാണ്. ലാസ്റ്റ് ഡേറ്റ് 6th ഏപ്രിലാണ്. കറക്ഷൻ വിൻഡോ, നിങ്ങൾ ഫോം ഫില്ല് ചെയ്യുമ്പോൾ എന്തെങ്കിലും മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ നോട്ട് ചെയ്യുക. എന്നിട്ട് April 10 and 11 പോയിട്ട് കറക്ഷൻ ചെയ്യണം. അതാണ് ഈ കറക്ഷൻ വിൻഡോ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ആണ് സ്റ്റേജ് 1 INET. INET എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ നേവി എൻട്രൻസ് ടെസ്റ്റ്. നിങ്ങളുടെ ഫസ്റ്റ് എക്സാം ആണ് വരാൻ പോകുന്നത്. ക്ലിയർ? സെലക്ഷൻ പ്രോസസ്സിലെ ആദ്യത്തെ സ്റ്റേജ് എന്താണ്? ഓൺലൈൻ എക്സാമാണ്. നിങ്ങളുടെ എക്സാം സ്റ്റാർട്ട് ആകാൻ പോകുന്നത് 2026 മെയ്യിലാണ്. ഇനി സമയം വളരെ കുറവാണ്. ഇത് മാർച്ച് മന്താണ്. മെയ് എന്ന് പറഞ്ഞാൽ വന്നു കഴിഞ്ഞ്. അപ്പോൾ അതനുസരിച്ച് നിങ്ങൾ പഠിക്കണം. നിങ്ങളുടെ റിസൾട്ട് വരാൻ പോകുന്നത് മെയ് ജൂണിലാണ് 2026. നിങ്ങളുടെ സ്റ്റേജ് 2 സ്റ്റാർട്ട് ആകാൻ പോകുന്നത് സ്റ്റേജ് 2 നിങ്ങൾ പോകണമെന്നുണ്ടെങ്കിൽ ആദ്യത്തെ എക്സാം എഴുതിയതിന് ശേഷം
എക്സാമിന് ശേഷമുള്ള ഷോർട്ട് ലിസ്റ്റിൽ നിങ്ങൾ വരണം. എന്നാൽ മാത്രമേ സ്റ്റേജ് 2 നിങ്ങൾക്ക് പോകാൻ പറ്റത്തുള്ളൂ. ക്ലിയർ? സ്റ്റേജ് 2 നിങ്ങളുടെ സ്റ്റാർട്ട് ആവുന്നത് 2027 ഫെബ്രുവരിയിലാണ്. മാർച്ചിൽ ഫുൾ പ്രോസസ് കംപ്ലീറ്റ് ആവും. മെയിൽ നിങ്ങൾ ട്രെയിനിങ്ങിനായിട്ട് പോകുന്നതായിരിക്കും. നേവി SSR ആൻഡ് MRൻ്റെ കാര്യം പറഞ്ഞാൽ അവിടെ 2 ഇൻടേക്കിലേക്കാണ് നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത്. പക്ഷേ നേവി മെഡിക്കൽ അസിസ്റ്റൻറ്റ് എന്നൊരു ട്രേഡിലേക്കാണെങ്കിലോ ഒരൊറ്റ ഇൻടേക്കിൻ്റെ നോട്ടിഫിക്കേഷനാണ് വന്നിട്ടുള്ളത്. ക്ലിയർ ആയല്ലോ? അപ്പോൾ ഈ കാര്യം നിങ്ങൾക്ക് മനസ്സിലായി. ഒരൊറ്റ ഇൻടേക്ക് മാത്രമാണ് നേവി മെഡിക്കൽ അസിസ്റ്റൻ്റായിട്ടുള്ളത്. എക്സാം സ്റ്റാർട്ട് ആവുന്നതും ഫോം ഫില്ലിംഗ് സ്റ്റാർട്ട് ആവുന്നതും എല്ലാം സെയിം തന്നെയാണ്. പക്ഷേ സ്റ്റേജ് 2ൻ്റെ പ്രോസസ്സ് ഡിഫറൻ്റ് ആണ്. കാരണം ഇവരുടെ പ്രോസസ്സ് സെപ്റ്റംബറിൽ നടക്കുന്നില്ല. ഒരൊറ്റ ഇൻടേക്കിലേക്കാണ് നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത്. ഐ ഹോപ്പ് എല്ലാ കാര്യങ്ങളും മനസ്സിലായി കാണുമെന്ന്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ് ആൻഡ് ഡിഫൻസ് അക്കാഡമിയുടെ ഒഫീഷ്യൽ നമ്പറിൽ. നെക്സ്റ്റ് ആണ് സ്റ്റേജ് 1ൻ്റെ അപ്ഡേറ്റ്. നോക്കൂ കുട്ടികളെ, സ്റ്റേജ് 1ലെ നിങ്ങളുടെ എക്സാമിന് ടോട്ടൽ 100 ക്വസ്റ്റ്യൻ വരുന്നതായിരിക്കും. 100 മാർക്കാണ് നിങ്ങൾക്ക് അവിടെ ലഭിക്കുന്നത്. ഒബ്ജക്റ്റീവ് ടൈപ്പാണ്. ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഇംഗ്ലീഷിൽ ഹിന്ദിയിൽ ലഭിക്കുന്നതായിരിക്കും. 60 മിനിറ്റ്സ് ആണ് എക്സാം. നെറ്റ് മാർക്കിംഗ് എന്ന് പറയാൻ 0.25 ആണ്. നിങ്ങളുടെ എക്സാമിന് ടോട്ടൽ ക്വസ്റ്റ്യൻ വരുന്ന ഏതൊക്കെ സബ്ജക്റ്റിൽ നിന്നാണെന്ന് ചെറുതായിട്ട് ഞാൻ പറഞ്ഞു തരാം. ഇതിന് ഡീറ്റെയിൽ വീഡിയോ ഞാൻ ആൾറെഡി പറയുന്നതായിരിക്കും കേട്ടോ. ഇതിൻ്റെ സെപ്പറേറ്റ് വീഡിയോ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ചെറുതായിട്ട് ഞാൻ പറഞ്ഞു തരാം. നോക്കൂ കുട്ടികളെ, ഈ മെഡിക്കൽ അസിസ്റ്റൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ടോട്ടൽ ഇവിടെ 100 ക്വസ്റ്റ്യൻ ആണ്. GK നിന്ന് 25 ക്വസ്റ്റ്യൻ, പിന്നെ GS നിന്ന് 25 ക്വസ്റ്റ്യൻ, പിന്നെ ബയോളജിയിൽ നിന്ന് 25 ക്വസ്റ്റ്യൻ, പിന്നെ ഫൈനലി പറയുകയാണെന്നുണ്ടെങ്കിൽ GK GS പിന്നെ ഇംഗ്ലീഷിൽ നിന്ന് 25 ക്വസ്റ്റ്യൻ. ഇതേ രീതിയിലാണ് ക്വസ്റ്റ്യൻ വരുന്നത്. മനസ്സിലായി? ഇപ്പോൾ 100 ക്വസ്റ്റ്യൻ ആയിട്ടുണ്ട്. ഇവിടെയും ഡിവിഷൻ ചെയ്യും. ഇവിടെ GS എന്ന് പറയുമ്പോൾ ഇവിടെ ഫിസിക്സും കെമിസ്ട്രിയും വരും. അതുപോലെ തന്നെ ബയോളജിയുടെ കുറച്ച് പാട്ടും വരും. പിന്നെ ബയോളജിയിൽ നിന്ന് 25 ക്വസ്റ്റ്യൻ അക്കോർഡിംഗ് ടു +2 ബേസ്ഡ് സിലബസ്. ഇംഗ്ലീഷ് ടോട്ടൽ 25 ക്വസ്റ്റ്യൻ. പിന്നെ വരുന്ന GKക്കകത്തും റീസണിങ് ഉണ്ട്, അതേപോലെ തന്നെ GK ഉണ്ട്, പിന്നെ CA ഉണ്ട്. ഇത്രയും പോർഷൻ വരും. ഇതാണ് ഇതിൻ്റെ സബ്ജക്റ്റ് വൈസ് പോർഷൻ എന്ന് പറയുന്നത്. ഇത് നിങ്ങൾ തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കണം. ഇതനുസരിച്ച് വേണം നിങ്ങൾ പഠിച്ചു പോകേണ്ടത്. കാരണം ഇതൊരു പെർമനൻറ്റ് റാലിയാണ്, അഗ്നിവീർ കാറ്റഗറിയിൽ പെടുന്നതല്ല. അപ്പോൾ നല്ല രീതിയിൽ പഠിക്കേണ്ടതായിട്ടുള്ള ആവശ്യമുണ്ട്. ക്ലിയർ? ഐ ഹോപ്പ് എല്ലാം മനസ്സിലായി കാണുമെന്ന് കുട്ടികളെ. അപ്പോൾ ഈ സിലബസ് പാറ്റേൺ അനുസരിച്ചാണ് നമ്മൾ ക്ലാസ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് മെഡിക്കൽ അസിസ്റ്റൻറ്റ് എന്നൊരു ട്രേഡിൻ്റെ ക്ലാസ്സിലേക്ക്. ഡെയിലി ലൈവ് ക്ലാസ്സസ് കാണും, റെക്കോർഡഡ് ക്ലാസ്സുകൾ ലഭിക്കും, ഡിജിറ്റൽ സ്റ്റഡി മെറ്റീരിയൽ കിട്ടും, ഡെയിലി പ്രാക്ടീസ് പേപ്പർ കിട്ടും, റിവിഷൻ ക്ലാസ്സുകൾ കിട്ടും, മോക്ക് ടെസ്റ്റ് ഇതെല്ലാം ലഭിക്കുന്നതായിരിക്കും. ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ താഴെ കോൺടാക്ട് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. മെഡിക്കൽ അസിസ്റ്റൻറ്റിൻ്റെ ടോട്ടൽ ഫീസ് വരുന്നത് കുട്ടികളെ 4000 ആണ്. 4000 ആണ് ടോട്ടൽ ഫീസ് വരുന്നത്. ഈ ഒരു ഫീസിൽ തന്നെ നിങ്ങൾക്ക് സ്റ്റേജ് 1ൻ്റെ ക്ലാസ് ലഭിക്കും. സ്റ്റേജ് 2ൽ നിങ്ങൾക്ക് റെക്കോർഡഡ് ക്ലാസ്സും ലഭിക്കും. പ്ലസ് അതോടൊപ്പം തന്നെ സ്റ്റേജ് 2ൻ്റെ ഫിസിക്കൽ ട്രെയിനിങ്ങും ലഭിക്കുന്നതായിരിക്കും. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് മെഡിക്കൽ അപ്ഡേറ്റഡ് കാര്യങ്ങളും ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു ചാൻസ് മിസ് ചെയ്യരുത്. ഈ ഒരു ഒറ്റ ഫീസിൽ തന്നെ ഫൈനൽ മെറിറ്റ് ലിസ്റ്റ് വരെ നിങ്ങളോടൊപ്പം മാന ഡിഫൻസ് അക്കാഡമി കാണും. അപ്പോൾ ജോയിൻ ചെയ്യാൻ മറക്കരുത്. താഴെ കാണുന്ന കോൺടാക്ട് നമ്പറിൽ ഉടനെ തന്നെ എല്ലാ കുട്ടികളും ബന്ധപ്പെടുക. എന്നിട്ട് ഉടനെ തന്നെ ജോയിൻ ചെയ്യുക. നേവി SSR ആണെങ്കിലും MR ആണെങ്കിലും MA ആണെങ്കിലും. ഇനി ആർക്കൊക്കെ MRലേക്ക് അപ്ലൈ ചെയ്യാം, ആർക്കൊക്കെ SSRലേക്ക് അപ്ലൈ ചെയ്യാം, ആർക്കൊക്കെ മെഡിക്കൽ അസിസ്റ്റൻറ്റിലേക്ക് അപ്ലൈ ചെയ്യാം, അതിനെക്കുറിച്ച് ഡീറ്റെയിൽ കൂടി നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അതുകൊണ്ട് ഫോളോ ചെയ്യാൻ മറക്കരുത്. 2026 നേവി SSR MR മെഡിക്കൽ അസിസ്റ്റൻറ്റ് എന്നിവയുടെ എല്ലാ ബാക്ക് ടു ബാക്ക് വീഡിയോസും നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ലഭിക്കുന്നതായിരിക്കും. അതുകൊണ്ട് ഫോളോ ചെയ്യാൻ ഒരിക്കലും മറക്കരുത്. നോക്കൂ കുട്ടികളെ, ഇനി സ്റ്റേജ് 2 അപ്ഡേറ്റ് നോക്കാം. സ്റ്റേജ് 2ൽ നിങ്ങളുടെ ഫിസിക്കൽ ഫിറ്റ്നസ് ടെസ്റ്റ് ഉണ്ട്, പിന്നെ ഒരു റിട്ടേൺ എക്സാം വരും, അതിനുശേഷം മെഡിക്കൽ, പിന്നെ ഫൈനൽ മെറിറ്റ് ലിസ്റ്റ് ആണ് വരുന്നത്. പിന്നെ ഫിസിക്കൽ ഫിറ്റ്നസ് ചാനലിലെ കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഫിസിക്കലിനകത്ത് വരുന്നത് 1.6 കിലോമീറ്റർ റണ്ണിംഗ് ആണ്, സ്ക്വാട്സ് വരും, പുഷപ്പ് വരും, ബെൻഡിനി സെറ്റപ്പ് വരും. ഇത്രയുമാണ് ഫിസിക്കൽ ഈവൻറ്റ് എന്ന് പറയുന്നത്. ഇനി നിങ്ങൾ ഹൈറ്റ് എത്രയാണെന്ന് അറിഞ്ഞിരിക്കണം. ഹൈറ്റ് കുട്ടികളെ വേണ്ടുന്നത് 157 സെൻറ്റിമീറ്റർ ആണ്. 157 സെൻറ്റിമീറ്റർ ഹൈറ്റാണ് ആൺകുട്ടികൾക്ക് വേണ്ടുന്നത്. എക്സാമിനേഷൻ ഫീസിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ 550 രൂപ പ്ലസ് 80% GST ആണ് വരുന്നത് എക്സാമിനേഷൻ ഫീസ്. ഫൈനൽ കുട്ടികൾ എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. ഇനി എങ്ങനെ അപ്ലൈ ചെയ്യണമെന്ന് പറഞ്ഞുതരാം. ഇന്ത്യൻ നേവിയുടെ ഒഫീഷ്യൽ സൈറ്റ് ത്രൂ ആണ് നിങ്ങൾ ഫോം ഫില്ല് ചെയ്യേണ്ടത്. ഇതിൻ്റെ വീഡിയോ നിങ്ങൾക്ക് നാളെ ലഭിക്കുന്നതായിരിക്കും. അതിനുശേഷം നിങ്ങൾ ഫോം ഫില്ല് ചെയ്യുക കേട്ടോ. അപ്പോൾ 14 മാർച്ച് ഫോം ഫില്ലിംഗ് സ്റ്റാർട്ട് ആകും. ലാസ്റ്റ് എന്ന് പറഞ്ഞാൽ 6 ഏപ്രിലാണ്. അപ്പോൾ എല്ലാ കുട്ടികളും റെഡി ആയിക്കോളൂ നാളെ തന്നെ ഫോം ഫില്ല് ചെയ്യാനായിട്ട്. കുട്ടികളെ നോക്കൂ, നാളെയാണ് ഫോം ഫില്ലിംഗ് സ്റ്റാർട്ട് ആവുന്നത്. അപ്പോൾ എല്ലാവരും ചെക്ക് ചെയ്യണം നിങ്ങൾക്ക് ഏതൊക്കെ ട്രേഡിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമെന്ന്. MAയിലേക്ക് പറ്റുമോ, MA എന്ന് പറഞ്ഞാൽ മെഡിക്കൽ അസിസ്റ്റൻ്റ് എന്ന ട്രേഡിലേക്ക് പറ്റുമോ, SSR പറ്റുമോ, അതേപോലെ തന്നെ MR പറ്റുമോ എന്ന് നോട്ട് ചെയ്യുക. അതനുസരിച്ച് നിങ്ങൾ അപ്ലൈ ചെയ്തിരിക്കണം. ഇനി ഏതൊക്കെ ട്രേഡിലേക്കാണ് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതിനെക്കുറിച്ച് ഡീറ്റെയിൽ വീഡിയോ നിങ്ങൾ ആഗ്രഹിക്കുന്നു കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യണം. ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയുന്നതായിരിക്കും. നമ്മുടെ അക്കാഡമിയുടെ വാട്സപ്പ് ചാനലാണ്. ചാനൽ ലിങ്ക് നിങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലഭിക്കും. ജോയിൻ ചെയ്യുക. ഡിഫൻസ് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ അപ്ഡേറ്റും കറക്റ്റായിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഈ ഒരു വാട്സപ്പ് ചാനലിൽ ജോയിൻ ചെയ്താൽ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ ഫോണിൽ സേവ് ചെയ്യാവുന്നതാണ്. ഡൗട്ട് വരുമ്പോൾ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യാം, അല്ലെങ്കിൽ കോൾ ചെയ്യാം. നിങ്ങൾ പേഴ്സണൽ ഡൗട്ട് ആണെങ്കിലും അതേപോലെ തന്നെ കോഴ്സ് റിലേറ്റഡ് എന്തെങ്കിലും ഡൗട്ട് ആണെങ്കിലും. അപ്പോൾ നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. വേറെ വീഡിയോ ഉടനെ തന്നെ കാണാം. താങ്ക് യു സോ മച്ച്. ജയ് ഹിന്ദ്.